Hello everyone, मैं हूँ श्वेता. My name is Inder and welcome to our channel. It's time for Bharatanatyam 2 Mohiniyattam. Let's watch it. Let's watch it, the climax part. हाँ एक थैली गायब है अभी भी. One bag is. അവനോൻ എന്താ അവസ്ഥ? ഇച്ചിരി വെകിളിയാണെന്നാ കേട്ടെ. പക്ഷേ അച്ഛൻ്റെ കേസൊക്കെ തെളിയിച്ചെന്നാ ചരിത്രം. ചാവി ചാവിയോ? അരുണോട് अरे वो अंदर तो नहीं है. അവൻ ഇറങ്ങിയിട്ടില്ലെന്നാ തോന്നണേ. താക്കോല് കാണാതെ പോയ താക്കോല് കണ്ടുപിടിക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല സാറേ. സാറൊന്നും മൂളിയാ മതി. ഇവനെ അവന്റെ വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിച്ചു തരും. ഞാൻ അങ്ങനെ മൂടിയല്ല. എനിക്കെന്താ നെടുവീർപ്പിട്ടൂടെ? അപ്പത്തേക്ക് ഒരാൾ ആക്രമിക്കാൻ പോവാ. ഇതിനുള്ള ലൈസൻസ് നിങ്ങൾക്ക് ആരാ തന്നത്? ഞങ്ങള് പറഞ്ഞപ്പോ സാറല്ലേ മൂളിയത്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇനി അന്വേഷണം കഴിയുന്നവരെ രണ്ടോ കൂടെ മാറിക്കണോ? കൂടുതൽ തൊടിക്കാണ്ട് താക്കോല് തപ്പടാ. अरे अरे keys here. ഇവിടെ കൊണ്ടോട്ട് പൊന്നു സാറേ ഞാൻ ആരുടെ അവിടെ കാണാല്ലോ എന്നുള്ള നമ്മുടെ ഈ തപ്പണം സാറിന്റെ വീട്ടിൽ തപ്പിക്കുക അതിവിടെ കഴിഞ്ഞ ആഴ്ച താമസിക്കാൻ വന്ന ടീമാ. ആരുടെ മുഖത്തും കളലക്ഷണം വേണ്ടേ? കോൺഫിഡൻസ് ആയിട്ട് നിന്നാ മതി. നമ്മളേക്കുള്ള ഒരു ലീഡും അവന്മാരുടെ കയ്യിലില്ല. അപ്പൊ കിറ്റ് കെട്ടീനാ? ഏത് കിറ്റ്? നേരത്തെ ഞാൻ എടുക്കാൻ പറഞ്ഞത് എന്താ ചേട്ടാ? ഒന്നുമില്ല, ലീഡ് ഉണ്ടെന്ന്. ദേർബിക്കില് ശംഭു ശംഭുനെ സിംഹ കുണുങ്ങി കുണുങ്ങി വരുന്നുണ്ട് മാറണം. കിതക്കുന്നുണ്ടോ? പോലീസ് വന്നതറിഞ്ഞ് ഞാൻ കാണാൻ ഓടി വന്നതിന്റെയാ. ഞാൻ ഫിറ്റ്സ് വന്ന പോലെ അഭിനയിക്കട്ടെ. ചേട്ടൻ കൂളായിരിക്കും, ഒരു കുഴപ്പമില്ല. അയ്യോ, എടുത്ത് ക്യാഷ് ആയിട്ട് സംസാരിക്കും. സുഭാഷ് എന്താ ഫ്രണ്ടാ? ഇങ്ങനെയുള്ള ഫ്രണ്ട്സാണ് പിന്നീട് തലവേനായിട്ട് മാറുന്നത്. അവൻ ആദ്യമായിരുന്നു തലവേദന, പിന്നീടാണ് ഫ്രണ്ടായി മാറിയത്. ഹലോ അപ്പച്ച, ചീത്ത വിളിക്കല്ലേ. ഒന്നും പറയണ്ട. കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എന്റെ ഒരു പഞ്ചാബിന്റെയും ബാഗ് തമ്മിൽ മാറിപ്പോയി. ഒന്ന് വിളിക്കാന്ന് വെച്ചാല് ഫോൺ അതിലും പെട്ട്. പിന്നെ നിങ്ങളെ നമ്പറിനെ തപ്പി ബാഗ് കൈ കിട്ടാൻ ഇത്രയും ദിവസം എടുത്ത്. അപ്പച്ച കേൾക്കുന്നില്ലേ? മോള് സുഖമായിരിക്കുന്നല്ലോ? ആ അപ്പച്ച, ഇവിടെ ജോലിയും കൂടെ ഉള്ളവരൊക്കെ നല്ലതാ. പിന്നെ ഗോവിന്ദൻ അങ്ങളോട് ഒരു താങ്ക്സ്. ഗോവിന്ദൻ അങ്ങളോട് ഒരു താങ്ക്സ്. ഞാൻ എന്തായാലും ഓഫീസ് കഴിഞ്ഞ് റൂമിൽ എത്തിയിട്ട് വിളിക്കാം. ശരി. बट उसकी भी गलती है, वो थोड़ी बताता था कि सब सही है कि नहीं है एंड ऑल. നിങ്ങൾ ആ പാസഞ്ചറിൽ പോയില്ലേ? ആ ട്രെയിൻ നേരത്തെ പോയി. ഓഹോ. ഹലോ, ഇൻവെസ്റ്റിഗേഷൻ ഞാനായിക്കോളാം. മാറിക്ക് ചെല്ലേ. ഒരു കള്ള ലക്ഷണമുണ്ട്. നല്ല പോലീസ് ലുക്ക് ഉണ്ട്. പിന്നെ ഒരു ഓറയൊക്കെ ഉണ്ട്. ഈ താടി മാത്രമാണ് ഒരു ചപ്രി ഫീല്. നമസ്കാരം. ശരി, താനാ മോളെ കാണാനില്ല നമ്മുടെ സ്റ്റേഷനിലൊന്നും ആളല്ലേ? അതെ അതെ. എന്നിട്ട് എന്തായി? മോളെ കിട്ടി? എവിടെ നിന്ന് കിട്ടി? അതുകൊണ്ട് താനൊരു ചക്ക തിന്നാൻ ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. തമ്പാനൂർ ചെന്നപ്പോ മാവിലാണ് ചക്ക കായ്ക്കുന്നത്. മാവിലെ ചക്ക തിന്നാൻ പാടുണ്ടോ? മാവിലാൽ ചെന്ന് കാരണവന്മാരോട് ചോദിച്ചപ്പോ
അവര് പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാരല്ലെന്ന്. അങ്ങനെ കിട്ടി. ഓക്കെ ഓക്കെ, എനിക്ക് മുഴുവനായിട്ട് അങ്ങനെ കിട്ടിയില്ല. മോള് സേഫാണ്. മോള് സേഫാണ്. താനെന്താ ഇവിടെ ചെയ്യുന്നത്? അത് ഞാനിവിടെ എങ്കിൽ വിട്ടോ. വളരെ വിട്ടോ. എന്റെ ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മറുപടി തരണം. നിങ്ങൾക്കൊക്കെ ഒരു ഗോവിന്ദരാജ് അറിയോ? Okay, stop it. അയാളെ മിസ്റ്റേക്കാണെന്ന് അറിയോ? ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. ഞാൻ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ആ വീടൊന്ന് സെർച്ച് ചെയ്യാൻ വന്ന. അപ്പോഴാണ് ശംഭു നിങ്ങളൊക്കെ ഒരു സംശയം പ്രകടിപ്പിച്ചത്. പേടിക്കാനൊന്നുമില്ല, പിന്നെ സംശയം കൊണ്ട് കിടക്കാന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു വിമർശമുള്ള കാര്യമാണ്. എന്റെ കയ്യിൽ വാറണ്ട് ഒന്നുമില്ല. ഞാൻ അൺഒഫീഷ്യലായിട്ട് വീടൊന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ആർക്കെങ്കിലും വിരോധം ഉണ്ടോ? ഇല്ലെന്ന്. എന്തൊരു സിമ്പിളാണ് ഈ ഫാമിലി. സാറേ, ഇതൊരു രക്ഷയില്ല കേട്ടാ. ആള് തോക്കെടുക്കും. Oh, he's good. നീ ഇവിടെ ഒറ്റക്കാണോ താമസം? ഒറ്റയ്ക്കാ സാറേ? ശരിക്കും ശരിക്കും പോസ്റ്റഡിയിലോണ്ട് ക്ലീൻ ആക്കിട്ടേക്കണ. നടക്കട്ടെ. ഞാൻ വന്നോണ്ട് നിങ്ങളുടെ പണിയൊന്നും തടസ്സപ്പെടട്ട. वो जो छुपा रहेगा शायद से. സാറേ നീയല്ലേ ഉണ്ടെങ്കിലോ? നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു. പ്രത്യക്ഷത്തിന് ഈ കേസായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങളുടെ ജോലി ഇതായതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാനും വയ്യ. കറക്റ്റ്. കാരണം ഈ കേസായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിലോ? वो थैली का है? വേദന വല്ലതും ഉണ്ടോ? ഇല്ല. ഇത് അറ്റാച്ച്ഡ് അല്ല അല്ലേ? ഈ ഗോവിന്ദരാജ് അത്ര വെടിപ്പല്ലാത്തതുകൊണ്ട് അയാൾക്ക് പല തരത്തിൽ പണി കിട്ടും. അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് മുങ്ങിയതാവാം. പക്ഷെ ഒരൊറ്റ ആള് സ്റ്റേഷനിലൊന്നും ഒരു കംപ്ലൈന്റ് ഒന്നുമില്ല. അതാണ് എനിക്കൊരു പ്രന്യാസം. ये लोग इनका पैसा ढूंढ रहे. അവന്റെ അമ്മയുടെ തേങ്ങ. നിങ്ങൾ എന്തിനാ പട്ടി കിട്ടി കൊടുത്തത്? അതല്ലേ പ്ലാൻ. ആ പട്ടി അതും കടിച്ചു പിടിച്ച് അങ്ങോട്ട് ഓടിയിട്ട് നമ്മൾ നീ പോടാ. എന്റെ കിട്ടിയ ഏറ്റവും ഇഷ്ടം ഓരോ മണ്ടത്തരം കാണിച്ചിട്ട് പിടിച്ച എല്ലാവരും കൂടെ അകത്തേക്ക്. കുഴപ്പമല്ലോ? ഇല്ല. ഓക്കെ അല്ലേ? താങ്ക് ആണോ? ആ ദീപകിനോട് ഒന്ന് കൊടുത്തേക്ക്. सब आगे पीछे घूम रहे. നിങ്ങൾ എന്തായി തപ്പുന്നേ? ഓ, എന്താ അത്? തട്ടിമ്പുറം. അവിടെ എന്താ? ഒന്നുമില്ല സാറേ, കാരണവന്മാരായിട്ട് പൂട്ടിട്ടേക്കണം. नमस्कार। अच्छा ये इधर है।
മാറിയിടോ. ട്വിൻസ് ആണല്ലേ? ഏതാണ്ട്. സാർ ഇത് എന്റെ അമ്മയോളം എന്റെ അനിയനാണ്. അത് എന്റെ അനിയൻ തന്നെ. പക്ഷെ ഇവിടുത്തെ രുക്മിണി രണ്ടമ്മമാരിൽ ഒരേ ചായയുള്ള രണ്ട് മക്കളോ? അതെ. അങ്ങനെയൊക്കെ പറ്റുമോ? എന്റെ അച്ഛന് പറ്റും. തന്റെ അച്ഛന് പറ്റും. ആ തുല്യ പ്രതിഭ തന്നെ. രണ്ടുപേര് രണ്ട് നാട്ടിലായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ ഇവരെ ഒരുമിച്ച് പുറത്ത് കാണിക്കാറില്ല. ഏതാണ്ട്. സാറിനൊരു കാര്യം അറിയൂ, ഗോവിന്ദരാജ പലതും പറഞ്ഞ് ഇവിടെ വന്ന് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ ഇടയിലാണ് ഇവരെ രണ്ടുപേരെ ഒരുമിച്ചാണ് കണ്ടത്. പിന്നെ ഇതും ചേർത്തായി ഭീഷണി. അല്ലാതെ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങളിത് ആരോടും അങ്ങനെ പറയാതിരിക്കുമായിരുന്നു. എന്റെ അച്ഛൻ ഉൾപ്പെടെ ഒന്നും അറിയാത്ത കുറെ പാവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദരാജ നടത്തിയ വലിയൊരു തട്ടിപ്പ് ഞങ്ങൾ കണ്ടുപിടിച്ചു സാർ. പോകുന്നുണ്ടോ? मतलब ने उसका टेक्निक आजमाया. तो बोला ना जो मरी उस पे डाल दो. अब ये गायब है, डाल दो गोविंदराज पे नाम. എത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്ഥിതിക്ക് രണ്ടും കൂടെ കുറെ കമത്തിയിട്ടുണ്ടാവുമല്ലോ. അയ്യോ ഇല്ലില്ല, ഗോവിന്ദരാജയുടെ കൂടെ അനുസരിച്ചൊപ്പം നിൽക്കുന്നേ ഉള്ളൂ. പിടിക്കപ്പെടുന്നതിന്റെ വക്കിലെത്തിയപ്പോഴാണ് മരിച്ചുപോയ എന്റെ അച്ഛന്റെ മണ്ടയിൽ എല്ലാം കൂടെ വെച്ചിട്ട് ഗോവിന്ദരാജ മുങ്ങാൻ ശ്രമിച്ചത്. ഭക്തജനങ്ങൾക്ക് അച്ചാറ് സോഡയും കൊടുത്ത് കയ്യിലുള്ള കാശും കൊണ്ട് തുളച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ല മല്ലന്മാരുടെ. ഒരു കറക്ഷൻ ഉണ്ട് സാർ, മിച്ചറും സംഭാരമാണ്. ഓ അതെ സാർ. ചുരുക്കി പറഞ്ഞ ഈ അമ്പലവും ദൈവവും ശരിക്കും ഇല്ല. എന്താണ് സതിയോ? അല്ല സാറേ, അത് കടലിൽ കൂടെ ഓടുന്നതാ. നല്ല ഗംഭീരായിട്ടാ. ഇത്ര വലിയൊരു തട്ടിപ്പ് ഇവിടെ നടന്നിട്ട് നിങ്ങൾ എന്താ പരാതിപ്പെടാതിരുന്നേ? അത് പേടിച്ചിട്ടാ. പറഞ്ഞൊന്നും കംപ്ലൈന്റ് ഒന്നും ഗോവിന്ദൻ അറിഞ്ഞാൽ അയാൾ ഒരു വല്ലാത്ത ടൈപ്പാസ്. കുനിഞ്ഞെന്നോടത്തൊരു ഇപ്പൊ എന്തായി? पूरा केस घुमा दिया आपने अभी. എത്ര വയസ്സ് പോയി? 50. കഷ്ടം. എനിക്കൊന്ന് അത് ചെക്ക് ചെയ്യണമല്ലോ സാറേ. അത് പാന്റ് ഇട്ട് കയറാൻ പറ്റത്തില്ല. സെറ്റ് റൂൾസ് അല്ലേ? എടുക്കണോ സാർ? ഇതാ ഗോവിന്ദന്റെ. ഹലോ. അതെ, ഇൻസ്പെക്ഷനിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് 30. അറിയാല, മോഹിനീശ്വരി ദേവിയെ ലിസ്റ്റിൽ കയറ്റാൻ ഒരു 10 കൂടെ വേണ്ടി വരും കേട്ടോ. ഇപ്പൊ വിളിച്ചോളെ പോക്കി കഴിഞ്ഞാല് ഈ സൈസ് അളവന്മാരുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടുത്തെ കാര്യം അത് ഞാൻ മുണ്ടെടുത്ത് വന്ന് പ്രൂഫ് സഹിതം പിന്നെ തെളിച്ചോളാം. ഈ മല്ലന്മാരെ കൂട്ടിക്കോ. അതെ, ഈ വിഷയം ഒരു കാരണവശാലും പുറത്തു പോകും. ഇല്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയം. അറിയിക്കേണ്ട പോലെ ഞങ്ങൾ അറിയിച്ചോളാം. അല്ലെങ്കിൽ നാട്ടുകാരെ അടിച്ച് കൊന്നോളാം കിഴങ്ങന്മാരെ. സാറേ സാറേ, അപ്പൊ ഈ ഗോവിന്ദരാജ പോയി. അവൻ ഇവിടെ നിന്നല്ലേ പൊങ്ങിയിട്ടുള്ളൂ. അവൻ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ പൊക്കിയിരിക്കും. അത് മതി സാർ. വണ്ടി എടുക്കണോ? भाई पूरा केस घुमा दिया अभी. अभी गोविंदराज को ढूंढ लो मंदिर के स्कैम के लिए. This was actually too close, huh? നീ അയാളോടൊന്ന് സംസാരിച്ചു നോക്ക്. എടാ, അയാളൊക്കെ ഭയങ്കര പരീക്ഷയാണ്.
നിന്നോട് പറയണ പലിശ ആവില്ല എന്നോട്. ഇല്ല അത് ഞാൻ ഗ്യാരണ്ടി. എന്തായാലും തന്നിരിക്കും. ആ അത് മതിയടാ. ശരി നീ നോക്കിട്ട് വിളിക്കും. കഴിച്ചിട്ടായിക്കൂടെ? ഇല്ല, 3 ദിവസത്തിനുള്ളിൽ പലിശക്ക് എടുത്തിട്ടാണെങ്കിലും ആ സ്കൂളിൽ പൈസ എത്തിക്കണം. അതിന് ഇപ്പോഴെങ്കിലും വിളിച്ചു തുടങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല. അതാ നിങ്ങൾ കഴിച്ചോ, ഞാൻ വരാം. वांटेड मिसिंग से वांटेड सीधा गेम ही घुमा दिया पूरा। और 50 लाख कहाँ गए? Where is that 50 lakhs? കുടം ഒഴുക്കാനായിട്ട് എടുത്തോളൂ. വെള്ളത്തിലിറങ്ങിയിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് കഴിഞ്ഞതൊന്നും ഓർക്കാതെ ജീവിക്കുന്ന നല്ലത്. ഈ That's അധ്യായം true. ഇവിടെ അടഞ്ഞാലും ഇല്ലേലും നമുക്ക് പുതിയതൊന്ന് തുറന്നേ നോക്കൂ. അതിലേക്ക് വെക്കണോ? ഗോവ ഇത് നിനക്കുള്ളതാ. ഇത് നീ അവർക്ക് കൊടുത്തിട്ട് നിന്റെ സ്കൂളിലെ പോസ്റ്റ് ലോക്ക് ചെയ്യും. इसके पास है पैसा? Don't tell me. അരുൺ കുക്കറിൽ വെച്ചത് ആടെ തന്നെ ഉണ്ട്. നമുക്കത് എന്തെങ്കിലും ചെയ്യണ്ടേ മോനെ? अरे रे രണ്ടുപേരുടെയും കൂടെ എത്ര വയസ്സ് പോയി? 50. കംപ്ലീറ്റ് നോട്ടാണെന്ന് തോന്നുന്നു. ചില്ലറങ്ങ് ചെന്ന് ക്ലിങ് എന്ന് പറഞ്ഞ് വീഴുമ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചത് ഏറ്റവും കൂടുതൽ വിശ്വാസം വരുള്ളൂ. ഇതിലോട്ടൊന്ന് തട്ടിയാൽ മതി. ഞാൻ സൗകര്യം പോലെ എടുത്തോളാം. വന്ന വഴി മറക്കരുതല്ലോ. आधा दोनों को। This is good. She said. खत्म। पूरा चेंज हो गया यार। ये एक्चुअली हमेशा बचा के निकल हमेशा रहा बचा के निकलता है वो। Is there a hint for part 3? नहीं यार पार्ट 3 नहीं, इन्वेस्टिगेशन भी बाकी है ना वो पुलिस वाले का। कुछ पोस्ट क्रेडिट है? नहीं नथिंग। No post credit. I was just shocked. It was यार। इसने सही दिमाग लगाया, उसका ही टेक्निक आजमाया कि द टेम्पल इज फेक। फिर अभी उसका फोकस ये हो गया कि ये भाग गया लेके सब पैसा, इनका पैसा भी गायब है।
like. But he was smart to understand where is the money. But being a family ना, it's very dangerous कि इस तरह भाई वो फैमिली गायब हो गया था, और भाई डेंजर था वो एकदम बस। और मजा आया, लेकिन एक अच्छा उसको भी, जो उसका भांजा था उसको भी आधा पैसा दिया, और इधर जो हमेशा रोता रहता था ना इसका सिस्टर, तू भी ले, he did not keep it for himself, he just gave it away। दे दो, छोड़ दो, because they are the family। फैमिली में अगर एक को but nice यार, क्या पिक्चर था एकदम। we want part 3, we want actually part 3, कुछ गड़बड़ होना चाहिए and all। okay cool guys, suggest us more such movies। Meanwhile, take care, bye bye।